ഒരു തെരഞ്ഞെടുപ്പ് സംഭവിക്കുമ്പോൾ അതിന്റെ ഫലമറിയണം എന്ന് ഉദ്വേഗത്തോടെ ഇരിക്കുന്ന ആളുകൾ കൗണ്ടിംഗ് ഡേ വരെ പിടിച്ചു നിൽക്കാതെ ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ എന്തെങ്കിലും സൂചന കിട്ടുമോ എന്ന് പരിശോധിക്കുന്നത് വോട്ട് ചെയ്ത് ഇറങ്ങി വരുന്ന ആളുകളോട് സംവദിച്ച് ഡേറ്റ കളക്ട് ചെയ്ത് സ്വാംശീകരിച്ചെടുക്കുന്ന എക്സിറ്റ് പോളുകളുടെ സഹായത്തോടു കൂടിയാണ്. ഇവിടുത്തെ ചോദ്യം, ബീഹാർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോൾ അതിന്റെ ഫലം എത്തിക്കഴിഞ്ഞു. ഈ ഫലം നൽകുന്ന സൂചന വിശ്വസിക്കാമോ? ആ സൂചന അനുസരിച്ചാവുമോ റിസൾട്ട്? അന്തിമ റിസൾട്ട് വരുമ്പോൾ വീണ്ടും നമ്മൾ വിലയിരുത്തണമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചന എന്താണ്? അതിൽ നിന്ന് എന്ത് നിഗമനങ്ങളിലാണ് എത്തിച്ചേരാൻ കഴിയുക? ഇതിന്റെ ഒരു ആദ്യ ടേക്ക്, ഇന്ത്യയുടെ ആകമാന എക്സിറ്റ് പോൾ ചരിത്രത്തിൽ കാണുന്ന ഒരു ആക്യുറസി പെർസെൻറ്റേജ് ഏതാണ്ട് 68-70%. അതായത് 70% എക്സിറ്റ് പോളുകൾ ഏതാണ്ട് കൃത്യമായിരുന്നു. കാരണം വോട്ട് ചെയ്ത് ഇറങ്ങി വരുന്ന ആളുകളുടെ അഭിപ്രായം എടുത്തുകൊണ്ടാണ് എക്സിറ്റ് പോൾ, അല്ലാതെ ആർക്ക് വോട്ട് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് നടത്തുന്ന ഒപ്പീനിയൻ പോളുകളെ പോലെ അല്ല എന്നർത്ഥം. എന്നാൽ ദേശീയ ആവറേജിനേക്കാൾ വളരെ താഴെയാണ് ബീഹാറിൽ നടന്ന, മുൻകാലങ്ങളിൽ നടന്ന ഒപ്പീനിയൻ പോളുകളുടെയും എക്സിറ്റ് പോളുകളുടെയും സ്ട്രൈക്ക് റേറ്റ്. 56% സർവേകളും മുൻകാലങ്ങളിൽ പരാജയമായിരുന്നു ബീഹാറിൽ. അത് പരാജയമാണ് എന്ന് പറയുമ്പോൾ ഇപ്രാവശ്യം നടത്തിയ എക്സിറ്റ് പോളുകൾ വിജയമാകുമോ പരാജയമാകുമോ എന്ന് മുൻകൂട്ടി പറയാനാവില്ല. കാരണം അത് റിസൾട്ട് വന്നെങ്കിൽ മാത്രമേ അറിയൂ. പക്ഷേ എക്സിറ്റ് പോളുകൾ എല്ലാം ഒരേ സ്വരത്തിൽ ബീഹാറിനെ കുറിച്ച് പറയുന്നു. ബീഹാർ NDA ഭരിക്കും. അതായത് നിതീഷ് കുമാറിന് 10ാം പ്രാവശ്യവും മുഖ്യമന്ത്രിയാകാൻ കഴിയും. കഴിഞ്ഞ 20 വർഷമായി മുഖ്യമന്ത്രി കസേരയിൽ മറിയും മറിഞ്ഞും തുടരുന്ന മറ്റൊരാൾ വന്നിട്ടില്ല. ഇങ്ങനെയുള്ള ഒരാളിന് അദ്ദേഹത്തെ പുറത്താക്കാൻ ആവില്ല. അദ്ദേഹത്തിന് തുടർ ഭരണം ഉണ്ടാവും. അതാണ് എക്സിറ്റ് പോൾ നൽകുന്ന സൂചന. നമുക്ക് നിലവിലുള്ള ഫാക്ട്സ്, ഫിഗേഴ്സ് ആൻഡ് നമ്പേഴ്സ് അതനുസരിച്ച് മാത്രമേ ഉള്ളൂ. ഇത് ആത്യന്തികമായി എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ പരിഭവിക്കരുത്. ആത്യന്തികമായി ഇതൊന്നും അല്ലല്ലോ സംഭവിച്ചത്. നമുക്കറിയില്ല, നിങ്ങൾക്കോ എനിക്കോ അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഈ അവൈലബിൾ ആയ നമ്പേഴ്സ് ഇപ്പോൾ നമ്മുടെ മുൻപിലുണ്ട്. എത്ര ഏജൻസികളാണ് എക്സിറ്റ് പോളുകൾ നടത്തിയത്? വിവിധങ്ങളായ ഏജൻസികൾ. ആ എല്ലാ ഏജൻസികളും പറയുന്നത് ഏതാണ്ട് ഒരേ ഡയറക്ഷനിലാണ്. നമ്പേഴ്സ് വേരി ചെയ്യും. ഏജൻസികൾ ഇവരൊക്കെയാണ് PMark എന്ന ഏജൻസി, അതുപോലെ ഇന്ത്യ TV, മാട്രിക്സ്, അതുപോലെ ഡിവി റിസർച്ച്, പോൾ സ്ട്രാറ്റ്, ദൈനിക് ഭാസ്കർ, പീപ്പിൾസ് ഇൻസൈറ്റ്, പീപ്പിൾസ് പൾസ്, ഇത് വേണ്ട News 18 നെറ്റ്വർക്ക്, CNN നെറ്റ്വർക്കിന്റെ ഭാഗത്തു നിന്ന് ഇന്റർവ്യൂ നടന്നു. അപ്പോൾ ഇത് നടന്നു. JVC നടത്തി, ചാണക്യ സ്ട്രാറ്റജീസ്, പ്രജ പോൾ എന്നിങ്ങനെ 10ഓളം ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകൾ ഇതെല്ലാം കാണുന്ന ഒരു ചിത്രമുണ്ട്. 243 അംഗ ബീഹാർ നിയമസഭയിൽ ഒരു മുന്നണിക്ക് വിജയിക്കാൻ വേണ്ടത് 122 സീറ്റാണ്. പക്ഷെ ഈവൻ ഇൻ ദ വേഴ്സ്റ്റ് സിനാരിയോ 130 സീറ്റാണ് മിനിമം BJP JDU കോalition, അതായത് NDA മുന്നണിക്ക് പ്രവചിക്കുന്നത്. 130 മുതൽ 169 സീറ്റ് വരെയാണ് മിക്ക സർവേകളും. ഒരു സർവേ ഈവൻ 200ന് മുകളിൽ സീറ്റാണ് പ്രവചിക്കുന്നത്. അത് നമ്മളൊരു അബിറേഷൻ എന്ന രീതിയിൽ മാറ്റി നിർത്തിയാൽ പോലും കൃത്യമായ ഭൂരിപക്ഷത്തിൽ പ്രീ ഇലക്ഷൻ കോalitionആയ NDA മുന്നണി ജയിച്ചു വരും. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകും എന്നാണ് പറയുന്നത്. ഇന്ത്യ സഖ്യത്തിന് എല്ലാ അഭിപ്രായ സർവേകളും 100ൽ താഴെ സീറ്റുകളാണ്. 60 മുതൽ 95 വരെയുള്ള സീറ്റുകളാണ് വിവിധങ്ങളായ സർവേകൾ പറയുന്നത്. അതിനർത്ഥം കഴിഞ്ഞ പ്രാവശ്യത്തെ നേട്ടം പോലും, കാരണം ടൈറ്റ് കോൺടെസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, നെക്ക് ആൻഡ് നെക്ക് മത്സരമായിരുന്നു 2020 ബീഹാറിൽ. ഇന്ത്യ മുന്നണിയുടെ ബീഹാർ രൂപമായ മഹാഗഠബന്ധനും തേജസ്വി യാദവ് നയിച്ച മഹാഗഠബന്ധനും നിതീഷ് കുമാർ നയിച്ച NDA സഖ്യവും തമ്മിലുള്ള വോട്ട് വ്യതിയാനം കഴിഞ്ഞ പ്രാവശ്യം 0.22% മാത്രം. വളരെ ചെറിയ മാർജിനിലാണ്. ഏതാണ്ട് 10-30ഓളം മണ്ഡലങ്ങളിൽ കേവലം 3000-നും 5000-നും ഇടയ്ക്ക് വോട്ട് മാർജിനിലാണ് വിജയ പരാജയങ്ങൾ തീരുമാനിക്കപ്പെട്ടത്. അങ്ങനെ വന്നപ്പോൾ ഇപ്രാവശ്യം
വളരെ സങ്കീർണമായ ഒരു സാഹചര്യം ഉണ്ടാകും എന്നായിരുന്നു പൊതുവെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ സീനിലല്ല, ഒരു ഹങ് അസംബ്ലി അല്ല, മറിച്ച് NDAക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഒരു 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 റിസൾട്ടാണ് വരുന്നത്. ഇനിയുമാണ് നമ്മൾ ഈ ചർച്ച, ഇത് എല്ലാവരും കേട്ടതാണ്, അറിഞ്ഞതാണ്, പത്രമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ TV ചർച്ചകളിലൂടെ കേട്ടതാണ്. പക്ഷേ ഇവിടെ ഓരോ പാർട്ടിയും, രണ്ട് മുന്നണികളായ ഓരോ പാർട്ടിക്കും ഉള്ള ബലാബലങ്ങളും അവിടെ ചില സൂചനകൾ കാണുന്നു. എക്സിറ്റ് പോൾ തത്വത്തിൽ എടുത്താൽ അവിടെ ജനതാദൾ യുണൈറ്റഡിന് വൻപൻ നേട്ടമാണ്. BJPക്കല്ല, സഖ്യകക്ഷിയായ JDUവിന്. കൃത്യമായി പറയാം, JDU കഴിഞ്ഞ പ്രാവശ്യം 2020 119 സീറ്റിൽ മത്സരിച്ച് നാണംകെട്ട ഒരു വിജയമായിരുന്നു. വിജയിച്ചു, പക്ഷേ 43 സീറ്റിലാണ് ആ പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. അതിനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് കഴിഞ്ഞ പ്രാവശ്യം ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി LJP, BJP ഈ പാർട്ടിക്കെതിരെ, സ്വന്തം സഖ്യകക്ഷിയായ JDUവിനെതിരെ JDUവിന്റെ പ്രഭാവം കുറച്ചു കൊണ്ടുവരാൻ ഉപയോഗിച്ചു. LJP സ്ഥാനാർത്ഥികൾ വളരെ വലിയ രീതിയിൽ ആ സ്ഥാനാർത്ഥികൾ ഇൻഡിപെൻഡന്റ് ആയിട്ട്, അതായത് വേറിട്ട് മുന്നണിയുടെ ഭാഗമല്ലാതെ മത്സരിച്ച് നിതീഷ് കുമാറിന്റെ കാൻഡിഡേറ്റ്സിനെ പരാജയപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ നിതീഷ് കുമാർ വളരെ ദുർബലനായി മുഖ്യമന്ത്രി പദത്തിലെത്തി. പക്ഷേ ആ പാർട്ടി വല്ലാതെ മെലിഞ്ഞു. പക്ഷേ BJP സ്ഥാനാർത്ഥികൾക്കെതിരെ LJP മത്സരിച്ചില്ല എന്നുകൂടി ഓർക്കണം. കഴിഞ്ഞ പ്രാവശ്യം ആകെ ഒരു സീറ്റിൽ മാത്രമാണ് LJPക്ക് വിജയിച്ചു വരാൻ കഴിഞ്ഞത്. പക്ഷേ അവർ നടത്തിയ ഡാമേജ് എന്ന് പറയുന്നത് സ്വന്തം മുന്നണിയായി NDA മുന്നണിയെ തന്നെ ദുർബലപ്പെടുത്തി. അതുകൊണ്ടാണ് മങ്ങിയ വിജയം. പക്ഷേ BJP സ്ഥാനാർത്ഥികൾക്ക് 110 സീറ്റിൽ മത്സരിച്ച് 74 സീറ്റിൽ വിജയിക്കാനായി. അത് മെച്ചപ്പെട്ട സ്ട്രൈക്ക് റേറ്റ് ആണ്. എന്നാൽ ഇപ്രാവശ്യം LJP is contesting along with JDU and BJP. അതോടൊപ്പം മറ്റ് രണ്ട് പാർട്ടി കൂടുണ്ട്. അതായത് ഈ ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച, ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടി, ഇവർക്ക് 6 സീറ്റിൽ വീതം മത്സരിക്കുന്നു. അവർക്ക് ചെറിയ തോതിൽ 2-3 സീറ്റുകൾ കിട്ടിയേക്കാം, നിർണായകം ആകണമെന്നില്ല. പക്ഷേ ചിരാഗ് പാസ്വാന്റെ റോൾ എക്സിറ്റ് പോൾ വിശ്വസിക്കാമെങ്കിൽ നിർണായകമായി അവര് വോട്ട് കട്ടേഴ്സായി, വോട്ട് സ്പ്ലിറ്റേഴ്സായി കഴിഞ്ഞ പ്രാവശ്യം പ്രവർത്തിച്ചപ്പോൾ ഇപ്രാവശ്യം അങ്ങനെയല്ല. ആ ദളിതുകളുടെയും മഹാദളിതുകളുടെയും എല്ലാം പിന്തുണ കൃത്യമായി NDA മുന്നണിക്ക് ലഭിച്ചു എന്ന് കരുതാം. അതായത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഭംഗിയായി ഇന്ത്യ മുന്നണിയേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ നടത്തി എന്ന് വേണമെങ്കിൽ കരുതാവുന്നതാണ്. അതാണ് ഈ സൂചന. നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് എന്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ 43 നിന്നും പല സർവേകളുടെയും സൂചന അനുസരിച്ച് 65-70 സീറ്റിലേക്ക് വർദ്ധിക്കുകയാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സീറ്റിലേക്ക്, കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ ഇരട്ടിയോളം സീറ്റിലേക്ക് എങ്ങനെയാണ് ജയിച്ചു വരാൻ കഴിയുക JDUവിന്? അതിന്റെ ഉത്തരം ഇതേ ഉള്ളൂ. വോട്ട് കട്ടേഴ്സായി അവിടെയൊന്നും ഇപ്രാവശ്യം പ്രവർത്തിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നിഗമനം. മറ്റൊരു നിഗമനം കൂടിയുണ്ട്. നിതീഷ് കുമാർ ജനഹൃദയത്തിൽ, പ്രത്യേകിച്ച് സ്ത്രീ മനസ്സുകളിൽ വളരെ വലിയ ഇടം നേടി. ഇപ്പോഴും BJP ഉയർത്തിയ വലിയ മുദ്രാവാക്യം ജംഗിൾ രാജിനെ ഉറപ്പിക്കുന്ന മുദ്രാവാക്യമാണ്. ലാലു പ്രസാദ് യാദവിന്റെ കാലത്ത് റാബ്രി ലാലു യുഗം 20 വർഷം മുൻപാണ്. ആ സമയത്ത് യാദവരുടെ മേൽക്കോയ്മയായിരുന്നു. അപ്പോൾ അത് നോൺ യാദവ് OBC, ദളിതുകൾ, മുന്നാക്കക്കാർ, അവർക്കെല്ലാം തന്നെ യാദവ ഭരണം വലിയ പേടിയായിരുന്നു. ആ ഭരണം തിരിച്ചു വരും, തേജസ്വി യാദവാണ് മുഖ്യമന്ത്രിയെങ്കിൽ ഒരിക്കൽ കൂടി ലാലുവിന്റെ ജംഗിൾ രാജ് തിരിച്ചു വരുമെന്ന ഓർമ്മപ്പെടുത്തൽ. മാത്രമല്ല സ്ത്രീ സുരക്ഷ വലിയൊരു വിഷയമായിരുന്നു അക്കാലത്ത്. ഇപ്പോൾ സ്ത്രീ സൗഹൃദമായ നിലപാടുകളാണ് നിതീഷ് കുമാർ എടുക്കുന്നത്. 10,000 രൂപ ഓരോ സ്ത്രീയുടെയും അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിനുള്ള നന്ദി സൂചകമായി വോട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കാം. സ്ത്രീകളാണ് ഈ പോളുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ജെൻഡർ ബേസ്ഡ് കൂടി പോൾ നടക്കുമല്ലോ. അപ്പൊ ജെൻഡർ ബേസ്ഡ് കണക്കുകൾ അനുസരിച്ച് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് NDA മുന്നണിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യം കാട്ടുന്നത്. അത് തമ്മിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വോട്ട് പെർസെന്റേജ് തമ്മിൽ, NDAക്ക് തന്നെ ലഭിക്കുന്ന വോട്ട് പെർസെന്റേജ് തമ്മിൽ 5% വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോൾ സ്ത്രീകളാണ് സിംഗുലർലി നിതീഷ് കുമാറിന്റെ പാർട്ടിയെയും മൊത്തത്തിൽ മുന്നണിയെയും ഭരണത്തിലെത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ കരുതാം. അതുകൊണ്ട് വികസന പദ്ധതികളും ഈ ഇൻകംബൻസി അഡ്വാൻറ്റേജും എല്ലാം തന്നെ NDAക്ക് ഗുണകരമായി. മെച്ചപ്പെട്ട മുന്നണി ബന്ധങ്ങൾ, അവർ ഉയർത്തിയ രാഷ്ട്രീയം എല്ലാം തന്നെ. അവിടെ വർഗീയതയുടെ രാഷ്ട്രീയം കാര്യമായി ബീഹാറിൽ കണ്ടില്ല എന്നത് ശുഭോദർക്കമായ കാര്യവുമാണ്. നമ്മുടെ നിൽക്കട്ടെ, ഇന്ത്യ മുന്നണിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്?
ഇന്ത്യ മുന്നണി അത് അല്ല, ഒരു കാര്യം കൂടി സൂചിപ്പിക്കണം. ഇന്ത്യ മുന്നണിയിൽ BJPയുടെ ടാലി കുറവാണെന്ന് കാണാം. കഴിഞ്ഞ പ്രാവശ്യം 74 സീറ്റ് കിട്ടിയപ്പോൾ മിക്ക സർവേകളും BJPയുടെ നമ്പറായി പറയുന്നത് അതിനേക്കാൾ ലേശം കുറവുള്ള നമ്പറാണ്. ഒന്നുകിൽ അതിനോട് അടുപ്പിച്ച നമ്പർ, അല്ലെങ്കിൽ ലേശം കുറവാണ്. അതുകൊണ്ട് മുന്നണിയിൽ വലിയേട്ടൻ സ്ഥാനത്ത് നിന്ന് BJP താഴേക്കിറങ്ങുന്നു എന്ന സൂചന കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. അതെങ്ങനെയാണ് മുന്നണി ബന്ധങ്ങളെ ബാധിക്കുന്നത്? ഏതെങ്കിലും കാരണവശാൽ നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് BJPയേക്കാൾ വളരെ കുറവ് സീറ്റാണ് ലഭിച്ചത്, എന്നാൽ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നു എങ്കിൽ നിതീഷിന്റെ മുഖ്യമന്ത്രി സ്ഥാനം അവതാളത്തിലാകും എന്ന ഒരു നിരീക്ഷണം പലയിടത്തും കേട്ടതുമാണ്. ആ പശ്ചാത്തലത്തിൽ നോക്കണം. ഒന്നുകിൽ കട്ടക്കെട്ട് 101 സീറ്റിൽ വീതം മത്സരിച്ച BJPയും JDUവും ഏതാണ് തുല്യമായ സീറ്റിലോ, അല്ലെങ്കിൽ BJPയേക്കാൾ കൂടുതൽ സീറ്റിൽ JDUവോ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ നിതീഷ് കുമാറിന് നാളെ വാല് കിളിർത്തുകൂടായികയില്ല. കഠിനമായ ശക്തമായ വിലപേശലുകൾ ഭാവിയിൽ BJPയുമായി നടത്തേണ്ടി വരും. പ്രത്യേകിച്ച് നിതീഷ് കുമാറിന്റെ പാർട്ടിയുടെ 12 MP കൂടി നൽകുന്ന പിൻബലമാണല്ലോ കേന്ദ്ര സർക്കാരിന് ഭൂരിപക്ഷം ലഭിക്കാൻ സഹായകരമായത്. അതുകൊണ്ട് നിതീഷ് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? നിതീഷിന്റെ വിലപേശലുകൾ നാളുകളിൽ എങ്ങനെയായിരിക്കും? അപ്പൊ മുഖ്യമന്ത്രി പദത്തിൽ ഒരുപക്ഷെ BJP അവകാശവാദം ഉന്നയിക്കില്ല, ഉറപ്പാണ്. കാരണം വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ. പക്ഷേ നാളുകളിൽ നിതീഷിന്റെ എല്ലാ ഡിമാൻഡ്സിനും അനുസരിച്ച് BJP തുള്ളിയില്ല എങ്കിൽ നിതീഷ് കുമാർ പിണങ്ങിയാലോ, ഒരു സാഹസം കാട്ടി ഒരുപക്ഷെ മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ തേജസ്വിയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്കും സാമാന്യം നല്ല നമ്പേഴ്സ് കിട്ടും. RJD ശക്തമായ പാർട്ടിയാണ്. അപ്പം 2 OBC പാർട്ടികൾ, യാദവ പാർട്ടിയായ RJDയും നോൺ യാദവ OBC പാർട്ടിയായ നിതീഷ് കുമാറിന്റെ പാർട്ടിയും ഒരിക്കൽ കൂടി ചേർന്ന് മറ്റൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിന് ബീഹാർ കളമാകുമോ? നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ്. മുൻകാലങ്ങളിൽ അങ്ങനെ പലതും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലെ നടക്കണമെന്നില്ല. പിന്നെ കൃത്യമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാഹസത്തിന് നിതീഷ് കുമാർ ഉടനടി മുതിരില്ല. പ്രായവും ആരോഗ്യവും ഒന്നും അതിനനുകൂലമല്ല എന്നാണ് എൻ്റെ ടേക്ക്. ഇനി ഇന്ത്യ മുന്നണിയിലേക്ക് വരാം. വലിയ പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി യാത്ര, വലിയ പ്രതീക്ഷയാണ് ഉയർത്തിയത്. മാത്രമല്ല ഈ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ, കോൺഗ്രസ് ആൻഡ് RJD ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ വീണു. RJDയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി, അല്ലെങ്കിൽ ബീഹാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സഖ്യത്തിന് വേണ്ടി തേജസ്വി യാദവിനെ പ്രഖ്യാപിക്കാൻ അമാന്തിച്ചു രാഹുൽ ഗാന്ധി. വലിയ താല്പര്യപ്പെടുത്തില്ല ആദ്യം, ഈ ജംഗിൾ രാജ് ഓർമ്മകളൊക്കെ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അവസാനം എണ്ണയിട്ട യന്ത്രം പോലെ ഇന്ത്യ മുന്നണിയുടെ സംവിധാനം, അതായത് മഹാഗഠബന്ധൻ സംവിധാനം പ്രവർത്തിച്ചു. പക്ഷെ അതൊന്നും തന്നെ എക്സിറ്റ് പോളിന്റെ റിസൾട്ടിൽ കാണുന്നില്ല. ഏറ്റവും പ്രധാന കക്ഷി അവിടെ ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ കക്ഷി അത് ലാലു പ്രസാദ് യാദവ് നട്ടുനനച്ച് വളർത്തിയ രാഷ്ട്രീയ ജനതാദളാണ്. ആ പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും വലിയ ഒറ്റകക്ഷിയാക്കാൻ സാധിച്ചു. 75 സീറ്റുകൾ. BJP പോലും 2ാം സ്ഥാനത്താണ്, 74 സീറ്റുകൾ. JDU 43 സീറ്റുകൾ. പക്ഷെ 2-3 കക്ഷികളായ JDU BJP ഗവൺമെന്റ് ഉണ്ടാക്കി. നിതീഷ് കുമാറിന്റെ കൂടെയുള്ള കക്ഷിയായ കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം 70 സീറ്റിൽ മത്സരിച്ച് 19 സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയി. ഇപ്രാവശ്യം JDU തീരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് എന്ന സൂചന. 75-ൽ നിന്നും ഏറെ താഴെ 60-നോട് അടുപ്പിച്ചുള്ള ഒരു നമ്പറാണ് പല അഭിപ്രായ സർവേകളും നൽകുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് RJDക്ക് സംഭവിച്ചത്? RJDയുടെ പ്രഭാവം മങ്ങിയോ? ചോദ്യമാണ്. ഈ പറയുന്ന യങ് വൈബ്രന്റ് ഫേസ് ആയ തേജസ്വി യാദവിനെ വോട്ടർമാർ കൈവിട്ടോ? അവിടെയാണ് ജൻ സ്വരാജ് പാർട്ടിയുടെ റോൾ വരുന്നത്. ഒരുപക്ഷെ ജൻ സ്വരാജ് പാർട്ടി വലിയ തോതിൽ യുവാക്കളെ ആകർഷിച്ചിട്ടുണ്ടാകാം. തൊഴിലില്ലായ്മയാണ് ബീഹാറിലെ പ്രധാന പ്രശ്നമെന്നാണ് ഇന്ത്യ മുന്നണി, അതായത് മഹാഗഠബന്ധൻ പ്രചരിപ്പിച്ചിരുന്നത്. ആ തൊഴിലില്ലായ്മ ബീഹാറിൽ നിന്ന് ആളുകൾ വിട്ടുപോകുന്നു. കേരളത്തിലേക്കും ഒക്കെ നമ്മൾ ബംഗാളികൾ എന്ന് പറയുന്ന പലരും ബീഹാറിൽ നിന്ന് വരുന്നവരുമാണ്. ബംഗാളി നമ്മൾ അങ്ങ് മൊത്തത്തിലൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ബീഹാർ തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യാൻ ഒരു സാധ്യതയില്ലാത്ത സ്ഥലമാണ് എന്ന ആരോപണം, അതിന് കാര്യമായ മറുപടി കൊടുക്കാൻ നിതീഷ് കുമാറിനോ NDA മുന്നണിക്കോ അവിടെ കഴിഞ്ഞില്ല. പക്ഷെ അതൊരു വലിയ വിഷയമാക്കിക്കൊണ്ട് പ്രചരണം നടത്തിയത് ഇന്ത്യ മുന്നണി മാത്രമല്ല, ജൻ സ്വരാജ് പാർട്ടി, പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയുമാണ്. അപ്പൊ യുവാക്കൾ വലിയ തോതിൽ, അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം, അല്ലെങ്കിൽ തങ്ങൾക്ക് ജോലി കിട്ടാൻ പ്രതിപക്ഷങ്ങളെ ഭരണമേൽപ്പിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് തേജസ്വി യാദവിനും കോൺഗ്രസിനും വോട്ട് ചെയ്യാനിരുന്ന ഒരു വിഭാഗം യൂത്തെങ്കിലും ഒരുപക്ഷെ ജൻ സ്വരാജിലേക്ക് ആകൃഷ്ടരായിരിക്കാം. ജൻ സ്വരാജ് പാർട്ടിക്ക് കാര്യമായ ഒരു സീറ്റും ഒരു സർവേയും പ്രതീക്ഷിക്കുന്നില്ല. പരമാവധി 5 സീറ്റ്, 0 മുതൽ 5 സീറ്റ് വരെ എന്നാണ് മിക്ക സർവേകളും പറയുന്നത് ശരാശരി. ഒരുപക്ഷെ ഒരു സീറ്റും കിട്ടില്ലായിരിക്കും. വോട്ട് ഷെയർ എന്ന് പറയുന്നത് 3 മുതൽ 5% വരെ മാത്രം സംസ്ഥാന വ്യാപകമായ വോട്ട് ഷെയർ. പക്ഷേ ഈ 3 മുതൽ 5% വരെ വോട്ട് ഷെയർ എന്ന് പറഞ്ഞാൽ 1% വോട്ട് തിരിഞ്ഞാൽ 14% സീറ്റുകൾ തിരിയുന്ന സംസ്ഥാനമാണ് ബീഹാർ. അങ്ങനെ നോക്കുമ്പോൾ 4-5% വോട്ട്
ഈ പുതിയ പാർട്ടി ജൻസ്വരാജ് പിടിച്ചാൽ അത് പലതും ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകളാണ്. അത് മഹാഗഠബന്ധനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടാകാം എന്നതാണ് ഇതിൽ പറയാവുന്ന ഒരു നിരീക്ഷണം. അപ്പം യാദവ് പാർട്ടി എന്ന് പറയുന്ന യാദവ് മുസ്ലിം MY കോമ്പിനേഷൻ അതിന്റെ വക്താക്കളായ RJDക്ക് ഇപ്രാവശ്യം കൈപ്പൊള്ളുന്നു എന്നതാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ അനുസരിച്ചുള്ള. നാളുകളിൽ ഒരുപക്ഷെ ഈ ഫലം അറിയാം. അവസാന വട്ടം വോട്ട് എണ്ണിക്കഴിയുമ്പോൾ മുൻകാലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ 56% എക്സിറ്റ് പോളുകളും പരാജയമായിരുന്നു. സംഭവിക്കാം. പക്ഷെ ഇത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള സ്റ്റാറ്റിസ്റ്റിക്. അത് വെച്ച് മാത്രമേ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റൂ. അതെന്റെ അഭിപ്രായമല്ല, ഇത് സർവേകൾ നൽകിയ അഭിപ്രായം മാത്രമാണ്. കോൺഗ്രസിന് എന്താണ് സംഭവിക്കുക? കോൺഗ്രസ് പാർട്ടി മുൻകാലങ്ങളിൽ വേണ്ട സ്ട്രൈക്ക് റേറ്റ് ഇല്ലാതെ പോയി. ഇപ്രാവശ്യവും സമാനമായ ഗതിയാണ്. ഇപ്രാവശ്യം കുറച്ച് കുറവ് സീറ്റ്, 62 സീറ്റിൽ മാത്രമാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 70, അതിൽ 15 മുതൽ 20 വരെ, ചില സർവേകളിൽ 10 മുതൽ 18 വരെ സീറ്റുകളാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തേതിന്റെ സമാനമായ നമ്പേഴ്സ് സീറ്റ് കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ പരിക്കൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം മോശമാണ്, ഇപ്രാവശ്യവും മോശമാണെന്ന നിലയിലാണ് ഇപ്പോഴത്തെ അസസ്മെന്റ്. ഇവിടെ കാണുന്ന ഒരു കാര്യം, രണ്ട് മുന്നണികളും ഒരുമിച്ച് വെച്ച് പരിശോധിക്കുമ്പോൾ രണ്ട് പ്രധാന കക്ഷികൾ തോളോട് ചേർന്ന് ഒപ്പത്തിനൊപ്പം മത്സരിച്ച NDA, അതായത് BJPക്കും JDUവിനും ഏതാണ്ട് തുല്യ ശക്തിയുണ്ട്. രണ്ടും ശക്തമാണ്. അതേസമയം ഇന്ത്യ മുന്നണിയിൽ RJDയോടൊപ്പം ശക്തി കോൺഗ്രസിന് ഇല്ലാതെ പോകുന്നു. പഴയകാല ബീഹാർ കോൺഗ്രസ് അല്ല ഇപ്പോഴുള്ളത്. സംഘടനാ സംവിധാനവും വളരെ ദുർബലമാണ്. രാഹുൽ ഗാന്ധി ഉയർത്തിയ ഒരു താല്പര്യമുണ്ട്, ഒരു ആവേശമുണ്ട്. അതൊക്കെ വോട്ടായി മാറിയിട്ടില്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലം സൂചിപ്പിക്കുന്നത്. അതോടൊപ്പമുള്ള ഇടത് കക്ഷികൾ 30 സീറ്റിൽ മത്സരിച്ചു. 20 സീറ്റിൽ CPI-ML മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആണ്. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് പോൾ റിസൾട്ട് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 12 സീറ്റിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഇപ്രാവശ്യം 20 സീറ്റിൽ മത്സരിച്ച് ഏതാണ്ട് 12 മുതൽ 15 വരെ സീറ്റുകൾ ആ പാർട്ടിക്ക് ലഭിക്കുമെന്നാണ് കണക്ക്. അങ്ങനെയെങ്കിൽ ഈ ചില പഴയ റാഡിക്കൽ ലെഫ്റ്റ് വിങ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. മുൻകാലങ്ങളിൽ പോലും അവർ ഇടതുപക്ഷത്തെ പിന്തുണച്ചിരുന്നു. അവരൊക്കെ കട്ടയ്ക്ക് CPI-ML അവർ ഒറ്റയ്ക്കാണ് നേടുന്നത്, അല്ലാതെ RJDയുടെ കോൺഗ്രസിന്റെ ബലത്തിൽ മാത്രം നേടുന്ന സീറ്റുകളല്ല എന്ന് ഓർക്കണം. അവരുടെ ശക്തി കേന്ദ്രങ്ങൾ, അവരുടെ ക്ലൗട്ട്, അതായത് മാവോയിസ്റ്റ് ബെൽറ്റ് എന്നൊക്കെ പറയാവുന്ന ചില ഇടങ്ങളുണ്ട് അതിനകത്ത്, അവിടെ എല്ലാം നിലനിർത്താൻ കഴിഞ്ഞു എന്നത് പ്രത്യേകമായി നോക്കണം. CPIക്കും CPM-നും അത് 6 സീറ്റിൽ മത്സരിച്ച CPI, 4 സീറ്റിൽ മത്സരിച്ച CPM, അത് 0 മുതൽ 5 വരെ സീറ്റുകളാണ് രണ്ടിനും പറയുന്നത്. പക്ഷേ അത് ഒരുപക്ഷെ സംഭവിച്ചേക്കാം, സംഭവിക്കാതിരിക്കാം. എന്നിരുന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പുതിയ പാർട്ടി എടുത്തു, വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, മുകേഷ് സാഹ്നിയുടെ പാർട്ടിയെ മഹാഗഠബന്ധന്റെ ഭാഗമാക്കി 15 സീറ്റിൽ മത്സരിച്ചു. ഒരു സീറ്റിലും കൃത്യമായി ജയിക്കുമെന്ന് അഭിപ്രായ സർവേകൾ പറയുന്നില്ല. 0 മുതൽ 5 വരെ സീറ്റ് ലഭിക്കാം എന്ന് മാത്രം പറയുന്നു. അതിനർത്ഥം കൃത്യമായ വ്യക്തമായ മുൻതൂക്കം NDA മുന്നണിക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഒപ്പീനിയൻ പോൾ പറയുന്നത്. യുവാക്കളുടെയും വനിതകളുടെയും സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഫലമായി വന്ന കാസ്റ്റ് കോമ്പിനേഷന്റെയും എല്ലാം പ്രയോജനം, എല്ലാ ഫാക്ടേഴ്സും NDAക്ക് അനുകൂലമായി വന്നെങ്കിൽ മാത്രമേ ഈ പ്രൊജക്ട് ചെയ്യുന്ന നമ്പേഴ്സ് ലഭിക്കൂ എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അന്തിമ ഫലം വരുമ്പോൾ എന്തും സംഭവിക്കാം. ആ സാധ്യതകളാണ് മുന്നിലുള്ളത്. ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു, 56% പോളുകളും തെറ്റിയിട്ടുണ്ട് ചരിത്രപരമായി. അപ്പോൾ നിങ്ങൾ ചോദിക്കാം ഒരു ചോദ്യം, എന്തിന് പിന്നെ തെറ്റാകുന്ന പോളുകളെ വിശകലനം ചെയ്യുന്നു? തെറ്റോ ശരിയോ ഒക്കെ ആത്യന്തികമായ ഫലം വരുമ്പോൾ എണ്ണേണ്ടതാണ്. ഇപ്പോൾ നിലവിലുള്ള നമ്പേഴ്സ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. അതനുസരിച്ചുള്ള പ്രൊജക്ഷൻസ് മാത്രമാണ് അവലോകനം ചെയ്തത് എന്നുകൂടി സ്നേഹപൂർവ്വം ഓർമ്മിക്കട്ടെ.